2023 നീറ്റ് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. ദ ഗിവൺ കോമ്പൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്? അതൊരു ബെൻസൈലിക് ഹാലൈഡ് ആണോ, അലൈൽ ഹാലൈഡ് ആണോ, അരൈൽ ഹാലൈഡ് ആണോ, അല്ലെങ്കിൽ വിനൈലിക് ഹാലൈഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ബെൻസൈലിക് ഹാലൈഡ് ആണ്. ബെൻസൈലിക് ഹാലൈഡിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബെൻസൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. സോ ഇതൊരു ബെൻസൈലിക് ഹാലൈഡ് അല്ല. ആൻഡ് നെക്സ്റ്റ് വൺ അരൈൽ ഹാലൈഡ് ആണോ എന്ന് നോക്കാം. അരൈൽ ഹാലൈഡിന്റെ പ്രത്യേകത എന്താ? നമ്മളുടെ ഹാലജൻ ഒരു ബെൻസീൻ റിംഗിൽ അല്ലെങ്കിൽ ഒരു അരോമാറ്റിക് റിംഗിൽ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെയാണ് അരൈൽ ഹാലൈഡ് എന്ന് വിളിക്കുക. സോ ഇവിടെ അരോമാറ്റിക് റിംഗിൽ ഹാലജൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ല. സോ ഇതൊരു അരൈൽ ഹാലൈഡും അല്ല. നെക്സ്റ്റ് വൺ അലൈലിക് ഹാലൈഡ് ആണ്. ഇതൊരു അലൈലിക് ഹാലൈഡ് ആയിരിക്കുമോ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇസ് ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ലെ? കാർബണ് ചുറ്റും എല്ലാം സിംഗിൾ ബോണ്ടുകളാ. സോ അതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. സോ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അലൈലിക് കോമ്പൗണ്ട്. സോ ഇതൊരു അലൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് നമുക്ക് വിനൈലിക്കും കൂടി ചെക്ക് ചെയ്യാം. ഇതൊരു വിനൈലിക് ഹാലൈഡ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഈ കാർബണിലായിരിക്കും നമ്മളുടെ ഹാലജൻ വരിക. ഓക്കെ, അതായത് ഹാലജൻ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെയാണ് വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3.